മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സ്ഥിരം കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ നിൽക്കുന്ന കുമ്മിൾ, അതായത് കൂണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കുമ്മിൾ കറി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുമ്മിൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആദ്യം ആ ഒരു തണ്ടും ആ ഒരു കുടയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു കുട ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിൻ്റെ ഇറച്ചി ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി സംഭവങ്ങൾ നമുക്കിത് വേസ്റ്റായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ആ ഒരു കാല് ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും അടിയുള്ള ഭാഗം നമ്മളിങ്ങനെ മണ്ണ് പോലത്തെ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ബാക്കി പീസസ് നമ്മുടെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. എല്ലാം വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ വൃത്തിയാക്കുന്ന കുറച്ച് മെനക്കെട്ടൊരു പരിപാടിയാണ് കേട്ടോ. കാരണം നല്ല രീതിയിൽ തിളച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വയറിളക്കൊക്കെ വരും കേട്ടോ. അങ്ങനെ ഇതേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത കുമ്മിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 1/4 മണിക്കൂർ ഇത് നന്നായിട്ടൊന്ന് ആ ചൂടുവെള്ളത്തിൽ നിൽക്കട്ടെ. അപ്പോൾ കുറച്ച് സവാള അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളിയാണ് ആവശ്യം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച നീരുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി കുമ്മിൾ വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ക്രഷ്ഡ് ചില്ലിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ കുമ്മിൾ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. നല്ല മൊരിഞ്ഞ് മൊരായിരിക്കണം നമ്മുടെ ഈ ഒരു വറവ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.